ഹായ്, ഞാൻ സലീം പടവണ്ണയാണ്, ഗിന്നസ് സലീം. ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ ഒരു ഇൻഫന്റ് ഫീഡിംഗ് ബോട്ടിലാണ് പരിചയപ്പെടുത്തുന്നത്. ഇത് ഒരു 19-ാം നൂറ്റാണ്ടിലുള്ള ഒരു ഫീഡിംഗ് ബോട്ടിലാണ്. ആ കാലത്ത് ഈ സിറാമിക്കുകളിൽ ക്ലയയിലൊക്കെ ബോട്ടിലുകൾ ഉണ്ടായിരുന്നു. അതേപോലെ ഈ ഗ്ലാസ്സിലും ബോട്ടിലുകൾ ഉണ്ടായിരുന്നു. അപ്പൊ ഇത് സാധാരണ കുട്ടികൾക്ക് അമ്മമാരുടെ അസാന്നിധ്യത്തിൽ, അമ്മമാര് പല വഴിക്കും പോകുന്ന ആളുകളുണ്ടാവും, ഒക്കെ പല ജോലിക്കും നീങ്ങുന്ന ആളുകളുണ്ടാകുമ്പോൾ ആ ഒരു അമ്മയുടെ അസാന്നിധ്യത്തില് കുട്ടിക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ ഉണ്ടാക്കിയതാണ് ഇത്തരത്തിലുള്ള ബോട്ടിലുകൾ. അപ്പൊ നമ്മൾ ഇത് നനച്ച ഭക്ഷണങ്ങള് അല്ലെങ്കിൽ പാല് ഇതുപോലെ സാധനങ്ങളൊക്കെ ഈ ഒരു ബോട്ടിലൂടെ ഇതിലേക്ക് ഒഴിച്ച് അത് ഇതിൽ ഫില്ല് ചെയ്തതിന് ശേഷം ഇത് മൂടി വെക്കും. മൂടി വെച്ചാൽ ഇതിന്റെ എയർ പോകാനൊക്കെ ഇതിലൊരു ചെറിയൊരു ഹോളും ഉണ്ട്. പിന്നെ ഇത് കണ്ടോ, ഇതിന് ചെറിയ ഒരു ഹോള്. ഇതപ്പോ നമ്മൾ നനച്ച ഭക്ഷണ സാധനങ്ങൾ ഇപ്പൊ നമ്മളെ ഇപ്പോഴത്തെ കാര്യത്തിൽ പറയണ രായി, അതേമാതിരി ഫാരക്സ് പോലുള്ള സാധനങ്ങളൊക്കെ ഇതില് അലിയിച്ച് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ഇതിലൊക്കെ നിഷ്പ്രയാസം വലിച്ച് കുടിക്കാൻ സാധിക്കും. അതുപോലെ അമ്മ അല്ലെങ്കിൽ പാല് കൊടുക്കാനൊക്കെ കാലത്ത് ഉപയോഗിച്ചിരുന്നു. പക്ഷെ ഇതിന് ഒരു ദോഷം എന്തായിരുന്നു വെച്ചാൽ ഈ സിറാമിക് ക്ലയിലേക്ക് വരുമ്പോൾ ഈ അണുബാധക്ക് ഒരുപാട് ചാൻസ് ആണ്. കാരണം ഇത് വെള്ളത്തിൽ കഴുകിയാണ്ട് അന്ന് വെക്കുകയായിരുന്നു. അന്നത്തെ കാലത്ത് ആ ഒരു അറിവ് ഉണ്ടായിരുന്നുണ്ടാവുള്ളൂ അവർക്ക്. കാരണം വെച്ചാൽ അത് ചൂടുവെള്ളത്തിലിട്ട് ഇത് സ്റ്റെറിലൈസ് ചെയ്യണം എന്നുള്ളൊരു അറിവൊന്നും അന്നത്തെ കാലത്ത് ഉണ്ടായിരിക്കണം എന്നില്ല. കാരണം അന്നത്തെ ശിശുമരണ നിരക്ക് അന്നൊക്കെ കൂടുതലായിരുന്നു അണുബാധ ഏറ്റുകൊണ്ട്. അന്ന് ഇതിന് ഒരു ബോട്ടിലിന് മർഡർ ബോട്ടിൽ എന്നൊരു പേര് കൂടിയും അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നു. ഇന്നതൊക്കെ മാറ്റി. ഇന്നൊക്കെ ഈ നമ്മളെ ശിശു മരണനിരക്കുകൾ കുറഞ്ഞു, ശിശു ആരോഗ്യ സ്ഥിതിയൊക്കെ വളരെയധികം മെച്ചപ്പെട്ടു. ഇന്ന് നല്ലൊരു സ്ഥിതിയിലാണുള്ളത്. അതായത് ഒരു 1950 ലക്ഷം പോളി കാർബണേറ്റ് ഉപയോഗിച്ചിട്ടൊക്കെ നമ്മൾ ബോട്ടിലുകൾ ഉണ്ടാക്കി. ഇത്തരം ബോട്ടുകളിൽ നിന്നൊക്കെ മാറി പോളി കാർബണേറ്റ് ഉപയോഗിച്ചുകൊണ്ടുള്ള ബോട്ടിലേക്ക് നമ്മൾ കടന്നു. പിന്നീട് ഇപ്പൊ ഈ ഒരു അടുത്ത കാലത്തായിട്ട് 2000 ഒക്കെ ആകുമ്പോൾ സിലിക്കോൺ ഉപയോഗിച്ചിട്ടുള്ള ബോട്ടിലുകളും നമ്മളിപ്പോ ധാരാളമായിട്ട് അതാണ് ഇപ്പൊ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നത്. അതാണ് ഈ ഒരു ബോട്ടിലിനെ കുറിച്ചിട്ടുള്ള ഒരു അറിവ് ആണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. നിങ്ങൾക്ക് ഇത് കേൾക്കുന്നവർക്ക് ധാരാളം അറിവുകളുള്ള ആളുകളുണ്ടാവും. ധാരാളം ചിലപ്പോൾ ഇതേപോലത്തെ ബോട്ടിലുകൾ, ഇതിലും പഴക്കമുള്ള ബോട്ടിലുകൾ കയ്യിലുള്ള ആളുകളും ഉണ്ടാവും. അപ്പോൾ അവരൊക്കെ ഇത്തരം ഈ വീഡിയോസിന്റെ താഴത്ത് അതിന്റെ കമന്റ് ഇടുക. ഇത് ഞാൻ പറഞ്ഞതിലപ്പുറമുള്ള അറിവുകൾ നിങ്ങൾക്ക് ഉണ്ട്. ആ അറിവുകളൊക്കെ നമ്മളായിട്ട് പങ്കുവെക്കുമ്പോൾ പരസ്പരം അറിവ് പങ്കുവെച്ച് നമുക്ക് അറിവുള്ള ഒരു ജനതയായിട്ട് നമുക്ക് മാറാം. ഓക്കെ, ബൈ.